കണ്ണാടിയിലെ ദുരന്തം വളരെ ദയനീയമായ ഒരു വിഷയമായി തന്നെ അതിനെ കേരള സമൂഹം കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തുപറ്റി കേരളത്തിലെ ഈ ഭരണം മാറി മാറി ഭരിക്കുന്നവർക്ക് എന്ന് മനസ്സിലാകുന്നില്ല. ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെ കസേരയിൽ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക എന്നല്ലാതെ യാതൊരുവിധ മുൻകരുതലുകളും ജനങ്ങളുടെ ജീവനു വേണ്ടി ഇവർ ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. മഴക്കാലം വന്നു, കാലവർഷം വന്നു, ഇവിടെ ഇത്തരത്തിലുള്ള പലതരം പ്രശ്നങ്ങളും പല ഭാഗത്തു നിന്നും വിചാരിക്കാത്ത തരത്തിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്നതിന് യാതൊരു സംശയവും വേണ്ട. കേരളം അത്തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ്. പുഴകളും നദികളും വനങ്ങളും മലകളും കുന്നുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഭൂപ്രകൃതിയിൽ അതിശക്തമായ മേഘമഴകൾ വരുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള എന്തും ഇവിടെ സംഭവിക്കാം. പക്ഷേ ഈ സംഭവങ്ങൾ വരുമെന്ന് മുന്നേ കൂട്ടി കണ്ടുകൊണ്ട് എന്തുകൊണ്ട് ഈ ഭരിക്കുന്നവർക്ക് ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ വിളിച്ചു വരുത്തി ജില്ലകൾ തോറും ഓരോ പൊതുയോഗങ്ങൾ വെച്ച് ആ ജില്ലയിൽ എന്തൊക്കെ സംഭവങ്ങൾ സംഭവിക്കാൻ എവിടെയൊക്കെ സാധ്യതകളുണ്ടെന്ന് പഠിക്കുവാനും അതിനുവേണ്ടി മാത്രമല്ലേ ഇവർ ഈ ഒരു മാസം പരിശ്രമിച്ചു കൊണ്ട് നടക്കേണ്ടത്? അല്ലാതെ ചാർട്ടേർ ഫ്ലൈറ്റിൽ കയറിയിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടോ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിട്ടോ ഒന്നും ഈ പ്രശ്നം തീരില്ല. പ്രാദേശികമായിട്ട് ഓരോ പഞ്ചായത്ത് തോറും ഓരോ മുനിസിപ്പാലിറ്റികൾ തോറും ഓരോ ജില്ലകൾ തോറും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ നടത്തി ആ പരിസരങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് മുന്നേ കൂട്ടി കണ്ട് അതിനു വേണ്ട പ്രതിവിധികൾ മുന്നേ കെട്ടി തീരുമാനിച്ച് വെച്ച് അത് നടപ്പിലാക്കണം. അല്ലാതെ പറഞ്ഞു നടക്കുകയല്ല വേണ്ടത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് മനുഷ്യൻ്റെ ജീവന് എന്തെങ്കിലും വിലയുണ്ടോ? പറയൂ സർക്കാരെ. ഇപ്പോൾ പറയുമ്പോൾ ഞങ്ങൾ 30 വയസ്സുള്ളൂ 45 ദിവസമായിട്ടുള്ളൂ ഭരണത്തിൽ വന്നിട്ട് എന്നൊക്കെ പറയും. ജൂൺ 1-ാം തീയതി തൊട്ട് ഇവിടെ മഴക്കാലമാണെന്ന് ഏത് കണ്ണു പൊട്ടനും അറിയാം. ആ മഴ വരുമ്പോൾ ഇത്തരത്തിലുള്ള എന്തും ഇവിടെ സംഭവിക്കാം. അതിന് വേണ്ട ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരു മീറ്റിംഗ് നടത്തിയ യോഗത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ പുറത്തുവിട്. അല്ലാതെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്തു അത് ചെയ്തു എന്നൊന്നും വിളിച്ചു പറഞ്ഞിട്ട് മന്ത്രിമാർക്ക് അങ്ങ് രക്ഷപ്പെടാം എന്ന് കരുതണ്ട. ഒരു കാര്യം ഓർത്തോ, കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ ഇതേ ചൂരൽമലയിൽ 400 കുടുംബങ്ങൾ എവിടെ പോയി എന്നറിയില്ല. അവിടെ ആ പേരും പറഞ്ഞ് കൊള്ള നടത്തി 800 ചില്ലാൻ കോടി പിരിച്ചെടുത്തു. ആ പൈസ എവിടെ പോയി? അതിൻ്റെ പേര് പറഞ്ഞ് ഊരാളുങ്കൽ കമ്പനിയെ കൊണ്ട് കുറെ വീട് പണിയിച്ചു. അത് മുഴുവൻ വിണ്ട് പൊട്ടി നിൽക്കുന്നു, ഉപയോഗിക്കാൻ പോലും പറ്റാതെ. ഇതാണോ നിങ്ങളുടെ ഭരണം? ഇതാണോ നിങ്ങൾ മാറി മാറി ഭരിച്ച് കേരളത്തിന് കൊടുക്കാൻ പോകുന്നത്? ഈ തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സംവിധാനം കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അത് മാറ്റിയെടുക്കുക എന്നതാണ് ഭരണകർത്താവിൻ്റെ ചുമതല. അല്ലാതെ മറ്റേ 100 ദിവസ പരിപാടി മറ്റേ പരിപാടി എന്ന് പറഞ്ഞ് കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്ന് പറയുകയല്ല ഭരണം. പ്രിയദർശിനി എന്ന് പറഞ്ഞ് അല്ലെങ്കിലേ നഷ്ടത്തിലോടുന്ന KSRTC ബസ്, അതിൽ വനിതകൾക്ക് ഫ്രീ. എന്താന്ന് മനസ്സിലാക്കുന്നില്ല. എന്താ ഈ വനിതകൾക്ക് പ്രത്യേകത? അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ MLA പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ടും കേസ് കൂടിയിട്ടൊക്കെ. എന്താണ് വനിതകളുടെ പ്രത്യേകത എന്ന്? അതായിരിക്കാം നിങ്ങൾ കൊടുക്കുന്ന ഈ ഫ്രീ. ഇവിടെ എല്ലാ മനുഷ്യരും ഇവിടുത്തെ പൗരനാണ്, അവർക്ക് എല്ലാവർക്കും അവകാശമുള്ളതാണ്. നിങ്ങൾ വനിതകൾക്ക് മാത്രം കൊടുത്ത് രക്ഷപ്പെട്ട് വോട്ട് പിടിക്കുന്നത്. ഇവിടെ കൊടുക്കണം നിങ്ങൾ വയസ്സായവർക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അംഗവൈകല്യമുള്ളവർക്ക്, നിരാലംബരായവർക്ക് ഒരു സംവിധാനമാണ് KSRTC, ഒരു സർവീസാണ്. അത് പൊളിച്ചു കളയാനാണോ നിങ്ങൾ ഈ കളിക്കുന്നത്? ഇപ്പം ഇത്ര 400 കോടി ഇങ്ങനെ പൈസ ഇല്ലാത്തപ്പോൾ അതിന് മാറ്റി വെച്ചു. എന്താ
ഫ്രീ ബസ് ഓടുക, അതും പറഞ്ഞ മാതിരി ഒന്നും ഓടിച്ചിട്ടില്ല. എന്നിട്ട് പോലും അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ സംവിധാനത്തെ, ഈ ഒരു ചെറിയ സംസ്ഥാനത്തെ, ആ ചെറിയ സംവിധാനത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുമായി നടന്ന് ഇവിടെ ജനങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരവും കാണാതെ, വരുന്ന പ്രശ്നങ്ങൾ മുന്നേ കൂട്ടിക്കൊണ്ട് കണ്ടുകൊണ്ട് അതിനെന്തെങ്കിലും ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ, ചെയ്യാൻ തയ്യാറുള്ളവരെ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കാനോ നിങ്ങൾ തയ്യാറല്ല. സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. ഇപ്പോഴാ ഈ ദുരന്തത്തിൽ കൊങ്കൺ റെയിൽവേൻ്റെ പേരിലേക്ക് അത് ചാരിവിടാൻ നോക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, അവിടെ 3 പേരൊന്നും അല്ല മരിച്ചിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. അവിടെ അന്യദേശത്ത്, അന്യ സംസ്ഥാനത്ത് നിന്നും വന്ന തൊഴിലാളികളാണ് അവിടെ ജോലി അധികം ഉണ്ടായിട്ടുള്ളത്. അവരുടെ ശരിയായ കണക്ക് ഇനി ആ കോൺട്രാക്ടർക്കേ അറിയാൻ സാധ്യതയുള്ളൂ. അതും ദിവസ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അതിൻ്റെ കണക്കും കറക്റ്റായിട്ട് കിട്ടില്ല എന്ന് സർക്കാർ ഓർത്തോളണം. ഇത് നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുകയാണ്. ഇത് ഇവിടുത്തെ ജനങ്ങൾ സഹിക്കുകയില്ല, ഒരിക്കലും പൊറുക്കുകയില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നിയമസഭയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞത് കൊണ്ടൊന്നും അത് ഭരണമാകില്ല എന്ന് ഇവിടെയുള്ള ഓരോ ഭരണകർത്താക്കളും ഓർത്തുകൊള്ളുക.